ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 3 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒക്കാറൂൻ ഈവിലയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഈവിലായി വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് ഒക്കാറൂൻ മോമയും എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ഈവിലായി, നീ ഒരു ഗോസ്റ്റ് ആയിട്ടും നീ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? ഇത് കേട്ട് ഒക്കാറൂൻ, ഇപ്പൊ ഞാൻ പോവുകയാണ്, ബട്ട് നീ മോമയെ അറ്റാക്ക് ചെയ്തതിന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇങ്ങനെ ഒക്കാറൂൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈവിലൈ ആ ബോൾ വെച്ച് ഒക്കാറൂനെ അറ്റാക്ക് ചെയ്യുന്നു. ഈവിലയുടെ അറ്റാക്ക് തടയാൻ മോം ഒക്കാറൂനെ സഹായിക്കുന്നുണ്ട്. ഒക്കാറൂൻ മുകളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ അവർ പോകുമ്പോൾ ഈവിലൈ നിർത്താതെ അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവർ നോക്കുമ്പോഴാണ് കാണുന്നത് സുചിനോക്കോ എന്തോ ഒന്ന് പുറത്തു വിടുന്നുണ്ട്. ഇതുകൊണ്ട് മോമോ അതെന്താണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഒക്കാറൂൻ മംഗോളിയൻ ഡെത്ത് വോംസ് അവരുടെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടും ഹൈലി ടോക്സിക് വെനം കൊണ്ടും എനിമീസിനെ വീക്കാക്കും. ഇപ്പൊ സുചിനോക്കോ തന്റെ വെനം ഉപയോഗിച്ച് അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ ഇവിടെ വെച്ച് മരിക്കും. ബട്ട് അവർക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാണെങ്കിൽ വളരെ ഉയരത്തിലാണുള്ളത്. ഇത് കണ്ട് മോമോ ആ ഡെത്ത് വോമിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഒക്കാറൂൻ, ഈ ഡെത്ത് വോംസ് ബാക്ടീരിയ പോലെയാണ്, അതുകൊണ്ട് അവർക്ക് സൺലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് മോമോ, ഓ, ഇത്ര വലിയ ഡെത്ത് വോമിനെ നമ്മൾ എങ്ങനെ പുറത്തു കൊണ്ടുവരും? ഇനി നമ്മൾ ജീജി എന്ത് ചെയ്യും? നമുക്ക് അവനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കില്ല. ഇത് കേട്ട് ഒക്കാറൂൻ മുകളിലേക്ക് നോക്കി, എനിക്ക് നിന്നെ മാത്രം മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് കേട്ട് മോമോ, നമ്മളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഇത് കേട്ട് ഒക്കാറൂൻ, ഇത് ഡിസ്കസ് ചെയ്യാൻ നമുക്കൊട്ടും ടൈമില്ല. നീയും പുറത്തുപോയ ഉടനെ എന്തെങ്കിലും റോപ്പ് ഉണ്ടോ എന്ന് നോക്ക്, എന്നിട്ട് അത് ഉപയോഗിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ നോക്ക്. ഇത് കേട്ട് മോമോ, ബട്ട് ജിജിയുടെ കാര്യം എന്താണ്? അവൻ നീ വിളിച്ചാൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് ഒക്കാറൂൻ, അതോർത്ത് നീ വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം രക്ഷപ്പെട്, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കേ. ഇത് കേട്ട് മോമോ ഒക്കാറിന്റെ അടുത്ത് പോയി അവന്റെ കൈ പിടിച്ച് പറയുന്നു, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കും. ദെൻ ഒക്കാറൂൺ ടർബോ ഗ്രാനിയായി മാറുന്നു. എന്നിട്ട് മോമയെ ഒരു സോഫയിലിരുത്തി ഒക്കാറൂൺ അവന്റെ കാലിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് മോമയെ മുകളിലെത്തിക്കാനാണ് ഒക്കാറൂന്റെ പ്ലാൻ. ഇത് കേട്ട് മോമോ ടെൻഷൻ ആകുന്നുണ്ട്. അങ്ങനെ ഒക്കാറൂൺ മോമയെ മുകളിലേക്ക് ഒരു റോക്കറ്റ് വിടുന്നത് പോലെ ലോഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ മോമോ തന്റെ പവറും യൂസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മോമോ വെളിയിലെത്തുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ ഹാപ്പി ആകുന്നു. അപ്പൊ അവിടെ ഈവിലായി വരുന്നു. എന്നിട്ട് ഒക്കാറിനോട് പറയുന്നു, കൺഗ്രാചുലേഷൻസ്, ഞാൻ കൊല്ലാൻ പോകുന്ന ആദ്യത്തെ ഹ്യൂമൻ നീയാണ്. ഇത് കേട്ട് ഒക്കാറൂൺ ടർബോ ഗ്രാനിയായി മാറി. ബട്ട് എനിക്കങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. വെളിയിൽ വന്ന മോമോ അവിടെ കയറുണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോഴാണ് അവൾ അവിടെയുള്ള കർട്ടൻസ് കാണുന്നത്. ദെൻ മോമോ അതൊക്കെ എടുത്ത് ഒരു കയർ പോലെ ആക്കി താഴേക്ക് ഇടുന്നു. ബട്ട് അത് വളരെ ഷോർട്ടായിരുന്നു. ഇങ്ങനെ മോമോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ആ ഡെത്ത് വോമിന്റെ പോയിസൺ ഇല്ലാതെയാക്കണം, ദെൻ അതിനെ കൊല്ലണം. ഞാനിനി എന്ത് ചെയ്യും? അപ്പൊ പെട്ടെന്ന് മോമോക്ക് ജിജിയും മോമോയും കുട്ടിക്കാലത്ത് സംസാരിച്ചത് എന്തോ ഓർമ്മ വരുന്നു. പെട്ടെന്ന് തന്നെ മോമോ തന്റെ ഫോൺ അന്വേഷിക്കുന്നു. ബട്ട് അത് എവിടെയോ മിസ്സായി. ദെൻ മോമോ അവിടെ ഉണ്ടായിരുന്ന ബുക്സും മാഗസീൻസും എല്ലാം കളക്ട് ചെയ്ത് അതൊക്കെ കത്തിച്ച് ആ വീട് മുഴുവനും കത്തിക്കുന്നു. എന്നിട്ട് അലറി, ഹേയ്, ആരെങ്കിലും രക്ഷിക്കണേ, വീടിന് തീ പിടിച്ചു എന്നിങ്ങനെ നാട്ടുകാരെ വിളിക്കുന്നു. ഇവിടെ ഈവിലയും ഒക്കാറൂനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കാറൂൺ ഈവിലയുടെ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എത്രയൊക്കെ അറ്റാക്ക് ഈവിലൈ ചെയ്തിട്ടും ഒക്കാറൂൺ ഈവിലൈ അറ്റാക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഈവിലൈ വന്ന് ഒക്കാറൂനെ പഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഒക്കാറിനോട് പറയുന്നു, നീ എന്താണ് ചെയ്യുന്നത്? നീ എന്നെ അറ്റാക്ക് ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആണ് ആകുന്നത്. ഞാനൊരു കളി കളിക്കുമ്പോൾ എന്റെ കൂടെ കളിക്കുന്ന ആൾ അവരുടെ ഫുൾ പവറും യൂസ് ചെയ്യണം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജിജിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. ഇത് കണ്ട് ഈവിലൈ ആ ഡെത്ത് വോമിനെ നോക്കി ആ ഡെത്ത് വോം പോയിസൺ പുറത്തു വിടുന്നുണ്ട്. സോ നമ്മുടെ കളിയുടെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈവിലൈ ഒക്കാറൂനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ഈവിലൈ ആ ബോൾ ഒരു വീട് പോലെ ആക്കി ഒക്കാറൂനെ അതിന്റെ അകത്ത് ട്രാപ്പ് ചെയ്യുന്നു. ഒക്കാറൂൻ അതിൽ നിന്ന് വെളിയിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് ഈവിലായി, നിനക്ക് ആ കേഴ്സ്ഡ് ഹൗസിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈവിലായി കൂളായി അതിന്റെ അകത്ത് വരുന്നു. ഇവിടെ ഒക്കാറൂന് എവിടെയും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഈവിലായി ഒക്കാറൂനെ അറ്റാക്ക് ചെയ്യുന്നു. ഒക്കാറൂൺ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട് ഈവിലായി, എങ്ങനെയുണ്ട്? നിനക്ക് ശേഷം ആ പെണ്ണിന്റെ ടേൺ ആണ്, ഞാൻ അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലും. ഇത് കേട്ടപ്പോ ഒക്കാറൂന്റെ മൂഡാകെ മാറി. പഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈവിലയുടെ ഫേസ് പിടിച്ച് നീ ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ട്. സാധാരണ ഞാൻ വളരെ ചില്ലാണ്, ബട്ട് നീ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ചെയ്തു. ആദ്യത്തേത്, നീ മോമയെ അടിച്ചു. രണ്ടാമത്തേത്, നീ എന്റെ ഫ്രണ്ടിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. ജിജി ഒരിക്കലും മോമയെ അടിക്കില്ല, ബട്ട് നീ ചെയ്തു. എന്റെ ഫ്രണ്ടിനെ തിരിച്ചു നൽകുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേട്ട് ഈവിലൈ ഒക്കാറൂനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ഒക്കാറൂൺ ഈസിയായി ഒഴിഞ്ഞു മാറി ഒരു പവർഫുൾ പഞ്ച് കൊടുക്കുന്നു. ഇങ്ങനെ ഒക്കാറൂൺ നിർത്താതെ അവനെ പഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒക്കാറൂന്റെ പഞ്ച് കാരണം ആ കേഴ്സ്ഡ് ഹൗസ് തകർന്നു പോവുകയാണ്.
ദെൻ അടികൊണ്ട് കിടക്കുന്ന ഈവിലയെ നോക്കി ഒക്കാറും പറയുന്നു, എക്സൈറ്റ്മെന്റിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. മൂന്നാമത്തെ കാര്യം, എനിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. പെട്ടെന്ന് ഒക്കാറുൻ തളർന്ന് താഴെ വീകുന്നു. ശേഷം ഒക്കാറുൻ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി. മിസ് അയാസെ എന്നെ വെയിറ്റ് ചെയ്യുകയായിരിക്കും, സോ എനിക്ക് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകണം. അപ്പം മിസ് അയാസയ്ക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒക്കാറുൻ നോക്കുമ്പോൾ ജിജിയുടെ ബോഡി അവൻ കാണുന്നു. ഇങ്ങനെ ഒക്കാറുൻ അതെടുത്ത് പോകുമ്പോൾ താഴെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. അത് മറ്റാരുമല്ല, ടർബോ ഗ്രാനിയായിരുന്നു. ഗ്രാനി ഇപ്പോഴും താഴത്തെ മുറിയിൽ ഒട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഒക്കാറുൻ ഗ്രാനിയെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നു. ഇത് കണ്ട് ഗ്രാനിയും ഹാപ്പി ആകുന്നുണ്ട്. ഇങ്ങനെ ഒക്കാറുൻ ഗ്രാനിയെ പുറത്തെടുക്കാൻ നോക്കുമ്പോൾ ഒക്കാറുനും ആ ഗ്ലൂവിലേക്ക് വീഴുന്നു. ഇത് കണ്ട് ഗ്രാനി പെട്ടെന്ന് എന്റെ പവർ യൂസ് ചെയ്യും. ഇത് കേട്ട് ഒക്കാറുൻ, ഞാൻ ഓൾറെഡി അത് 2 വട്ടം യൂസ് ചെയ്തു, അതുകൊണ്ട് എനിക്കിനി ട്രാൻസ്ഫോം ആകാൻ സാധിക്കില്ല. ഇങ്ങനെ അവർ രണ്ടുപേരും മോമയെ വിളിച്ച് കരയുന്നു. ഇവിടെ വെളിയിൽ മോമോ വിളിച്ച് അവിടെ ഫയർഫോഴ്സും പോലീസും അവിടെയുള്ള ആളുകളും അവിടെ വരുന്നു. നമ്മൾ മുമ്പ് കണ്ട ഓഫീസർ സുറുവും മോമോയോട് ചോദിക്കുന്നു, നീയാണോ ഈ വീട് കത്തിച്ചത്? ഇത് കേട്ട് മോമോ, അതെ, ബട്ട് അതിനൊരു കാരണമുണ്ട്. ഈ വീട് കീറ്റോ ഫാമിലിയുടേതാണ്. അവർ ഈ വീട്ടിനടിയിൽ വെച്ച് ധാരാളം പേര് ബലിയുടെ പേര് പറഞ്ഞ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് പോലീസ് ഓഫീസർ, ഈ വീട്ടിൽ ഇപ്പോൾ എൻജോജീസ് എന്ന ഫാമിലിയാണ് റെന്റിന് താമസിക്കുന്നത്. നീ എന്തെങ്കിലും റിവെഞ്ചിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത്? ഇത് കേട്ട് മോമോ, നിങ്ങളോടല്ലേ ഞാനിപ്പോ കീറ്റോ ഫാമിലിയെ പറ്റി പറഞ്ഞത്? ബട്ട് ഇതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇതൊരു മോമെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ മോമോ നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ, ഹേ ഫയർ ഫൈറ്റേഴ്സ്, വെള്ളത്തെ ഗ്രൗണ്ടിലേക്ക് സ്പ്രേ ചെയ് എന്ന് മോമോ പറയുമ്പോൾ പോലീസുകാർ വന്ന് മോമയെ പിടിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഭൂമി കുലുങ്ങാൻ തുടങ്ങുന്നു. ഇങ്ങനെ മോമോ താഴേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഡെത്ത് മോമോ പുറത്തു വരുന്നു. ഇത് കണ്ട് അവിടെയുള്ള ആളുകൾ ഓടിപ്പോകുന്നു. ഇത് കണ്ട് മോമോ, കറക്റ്റ് ടൈം, എന്റെ പ്ലാൻ പോലെ സുചിനൊക്കെ സ്വയം പുറത്തു വന്നു. ഇപ്പോഴാണ് ജിജിയും മോമോയും കുട്ടിക്കാലത്ത് എന്താണ് പറഞ്ഞതെന്ന് കാണിക്കുന്നത്. ഇവിടെ ജിജി പറയുന്നു, നിനക്കറിയാമോ എർത്ത് വോം എന്തുകൊണ്ടാണ് വെളിയിൽ വരുന്നതെന്ന്? കാരണം എർത്ത് വോം അവരുടെ ബോഡി യൂസ് ചെയ്താണ് ബ്രീത്ത് ചെയ്യുന്നത്. സോ മഴക്കാലത്ത് മണ്ണിനടിയിൽ വെള്ളം കയറുന്നത് കൊണ്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കാരണം അവർ പുറത്തു വരും. ബട്ട് വെളിയിലെ സൂര്യപ്രകാശം കാരണം അവരുടെ ബോഡി ഡ്രൈ ആയി അവർ അവിടെ വെച്ച് മരണപ്പെടും. ഇതിന് ഒരു പേര് കൂടിയുണ്ട്, വോം സൂയിസൈഡ്. ഇവിടെ സുചിനോക്കും സൺലൈറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സുചിനോക്കോ സൺലൈറ്റ് വരാത്ത ഭാഗത്ത് ഒളിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് മോമോ ആ മാറ ഒഴിവാക്കാൻ വേണ്ടി ഫയർഫോഴ്സിന്റെ ട്രക്ക് ഉപയോഗിച്ച് ആ വീട് തകർത്ത് കളയുന്നു. ഇത് കാരണം സൺലൈറ്റ് വന്ന് സുചിനോക്കോയുടെ ബോഡി ഡ്രൈ ആയി സുചിനോക്കോ അവിടെ മരണപ്പെടുന്നു. ദെൻ മോമോ അത് ചത്തോന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന്റെ അടുത്ത് പോകുന്നു. പെട്ടെന്നത് എന്തോ വൊമിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ അത് കീറ്റോ ഫാമിലിയിലെ ആളുകളാണ്. അവർക്കെല്ലാവർക്കും ജീവനുണ്ടായിരുന്നു. ഇത് കണ്ട് മോമോ അവരുടെ അടുത്ത് പോയി, നിങ്ങൾക്ക് ജീവനുണ്ടോ? ഇത് കേട്ട് അവർ മോമയോട് ദേഷ്യപ്പെടുന്നു. നീ ഞങ്ങളുടെ ലോഡ് സർപ്പന്റിനെ കൊന്നു കളഞ്ഞു. ഇത് കേട്ട് മോമോ, നിങ്ങൾ ആ എർത്ത് വോമിനെ പറ്റിയാണോ പറയുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും ടൈമില്ല. ഞാൻ പോയി ഒക്കാറുൻ എവിടെയാണെന്ന് നോക്കട്ടെ. ഇങ്ങനെ മോമോ പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. പെട്ടെന്ന് അവിടെയുള്ള വോൾക്കാനയും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.